എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, ജീവന്റെ പ്രകാശം അവന്റെ മേൽ ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. ലോകത്തിലേക്ക് വരാനിരുന്ന ഒരു പ്രകാശം അല്ലെ, അന്ധകാരത്തിലിരുന്ന ജനം രക്ഷയുടെ പ്രകാശം കണ്ടു എന്നൊക്കെ ഈശോയുടെ ജനനത്തെ കുറിച്ച് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയുകയാണ്, കോമൺ ആയിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം, ഈശോയെ അനുഗമിക്കുന്ന ഒരാളും പാപത്തിൽ നടക്കുന്നില്ല അല്ലെ. ഈശോയാകുന്ന പ്രകാശത്തെ അനുഗമിക്കുന്ന ഒരാളും പാപത്തിൻ്റെതായിട്ടുള്ള അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ നല്ല ഉദാഹരണം ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ടോർച്ച്, ഇപ്പൊ മൊബൈലിലെ ടോർച്ച് അടിച്ച് നമ്മൾ നടക്കുക എന്ന് വിചാരിക്കും. ഇരുട്ടത്ത് ടോർച്ച് അടിച്ച് നടക്കുകയാണെങ്കിൽ ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ നമ്മൾ നടക്കുകയാണല്ലേ. നമ്മൾ ഒരിക്കലും ഇരുട്ടിലല്ല, മറിച്ച് ആ ടോർച്ച് നൽകുന്ന ആ ഒരു പ്രകാശത്തില്, ആ പ്രകാശത്തെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ പ്രകാശത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഈശോയെ നമ്മൾ അനുഗമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിന്റെ മുമ്പില് ഈശോയാകുന്ന പ്രകാശത്തെ വെച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പാപത്തിന്റെ അന്ധകാരത്തില് ഞാൻ നടക്കുകയില്ല. രക്ഷയുടെ പ്രകാശം എൻ്റെ ചുറ്റും, ജീവന്റെ പ്രകാശം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് സാക്ഷി നൽകുകയാണ്. എന്നാൽ നമ്മളെപ്പോൾ ഈ മൊബൈലിലെ സ്വിച്ച് ഓഫ് ഈ മൊബൈലിന്റെ ടോർച്ചിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, അപ്പോൾ മുതൽ നമ്മൾ അന്ധകാരത്തിൽ നടക്കും എന്ന് പറയുന്നത് പോലെ, എപ്പോൾ നമ്മൾ ഈശോയെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഈശോയെ എൻ്റെ ജീവിതത്തിന്റെ ഈ ഫ്രണ്ടിൽ നിന്നും മാറ്റി നിർത്തുന്നു, ആ സമയം മുതൽ ഞാൻ പാപത്തിന്റെ അന്ധകാരത്തിലായിരിക്കും നടക്കുക. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവം നൽകുന്ന രക്ഷയുടെ വെളിച്ചത്തിൽ നടക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ അന്ധകാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം നൽകുന്ന പ്രകാശത്തിൽ വസിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്